സ്വന്തം രാജ്യത്ത് അസ്തിത്വം നഷ്ടമായ ഒരു ജനതയെ എന്നും ഇരു കൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. എന്നാൽ BJP അധികാരത്തിലെത്തിയതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. അയൽ രാജ്യങ്ങളിൽ ആഭ്യന്തര പ്രശ്നത്തിൽ വലയുന്ന മുസ്ലിം മതവിശ്വാസികൾ അതിർത്തി കടന്ന് താൽക്കാലിക അഭയം തേടുമ്പോൾ ആട്ടിപ്പായിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. സൈന്യത്തെ ഉപയോഗിച്ച് ഇക്കൂട്ടരെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമുള്ള അയൽ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഇടമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യം കാവൽ നിൽക്കുന്നത് കൊണ്ടും മാത്രം സമാധാനത്തോടെ അന്തിയുറങ്ങുന്ന വലിയൊരു വിഭാഗം ജനത അയൽ രാജ്യങ്ങളിലുമുണ്ട് എന്നത് ഇന്നും യാഥാർത്ഥ്യമാണ്. ആ കരുതൽ കൂടിയാണ് BJP സർക്കാർ ഇല്ലാതാക്കുന്നത്. മ്യാൻമാർ അതിർത്തിയിലെ വ്യോമാക്രമണങ്ങളെ ഭയന്ന് ഇന്ത്യയിൽ അഭയം തേടിയ മ്യാൻമാർ അഭയാർത്ഥികളാണ് നിൽക്കക്കള്ളിയില്ലാതെ തിരികെ അവരുടെ രാജ്യത്തേക്ക് മടങ്ങിയത്. മ്യാൻമാർ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങളെ ഭയന്നാണ് മണിപ്പൂരിലെ തങ്ഖൂൽ നാഗ ആധിപത്യമുള്ള കാഞ്ചോങ് ജില്ലയിൽ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നുള്ള 5000 അഭയാർത്ഥികൾ അഭയം തേടിയത്. ഇവർ തിരികെ മ്യാൻമാറിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇന്തോ മ്യാൻമാർ അതിർത്തിയിലെ സ്ഥിതി മെച്ചപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ അഭയാർത്ഥികൾക്ക് ഇന്ത്യയിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചു എന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ആഭ്യന്തര യുദ്ധം തുടരുന്ന സമയത്ത് മണിപ്പൂരിൽ നിന്നുള്ള മ്യാൻമാർ അഭയാർത്ഥികളെ തിരിച്ചയക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം വിവിധ ആഗോള മാനുഷിക സംഘടനകളിൽ നിന്ന് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ മണിപ്പൂരിൽ നിന്നുള്ള 77 മ്യാൻമാർ അഭയാർത്ഥികളെ ഇന്ത്യ നിർബന്ധിതമായി തിരിച്ചയച്ചതിനെ ഇന്റർനാഷണൽ കമ്മീഷൻ ഓഫ് ജൂറിസ്റ്റ് അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അഭയാർത്ഥികളെ നിർബന്ധിതമായി തിരിച്ചയക്കാനുള്ള പദ്ധതികൾ ഉടനടി നിർത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. 24 ജൂണിൽ മ്യാൻമാറിൽ നിന്നുള്ള 5400 പേരാണ് മണിപ്പൂരിലെ നാഗ ആധിപത്യമുള്ള അതിർത്തി ജില്ലയിൽ അഭയം തേടിയത്. ആക്രമണങ്ങളും ഭയന്ന് ഈ ജനങ്ങൾ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തതായി അസം റൈഫിൾസ് ഡയറക്ടർ ജനറൽ തന്നെ അറിയിക്കുകയായിരുന്നു. ജനാധിപത്യ അനുകൂല സേനയോട് പോരാടുന്നതിനിടയിൽ സൈനിക ഭരണകൂടം സ്വന്തം ജനതയെ ബോംബെറിഞ്ഞ് സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും വൻ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. 2023 ഡിസംബറിൽ ഇന്ത്യയുടെ അതിർത്തിയിലെ വിമത ഗ്രൂപ്പുകൾക്കെതിരെ സൈന്യം നടത്തിയ അടിച്ചമർത്തൽ കാരണം ഏകദേശം 2000 പേർ കാഞ്ചോങ്ങിൽ പ്രവേശിച്ചിരുന്നു. മണിപ്പൂരിലെ നാഗ ഗ്രാമങ്ങളിലായി ഏകദേശം 7000 അഭയാർത്ഥികൾ അഭയം പ്രാപിച്ചിട്ടുണ്ട് എന്ന് അധികൃതർ കണക്കാക്കുന്നു. ഇതിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആകെയുള്ള 6000 പേരുടെ ബയോമെട്രിക് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവനുസരിച്ച് സംസ്ഥാന സർക്കാർ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു. തദ്ദേശീയ ജനങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഇന്ത്യൻ അധികാരികൾ അഭയാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിട്ടുണ്ട്. അഭയാർത്ഥികൾ പകൽ സമയത്ത് കാർഷിക ജോലികൾക്കും മറ്റു ജോലികൾക്കുമായി മ്യാൻമാറിലെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും വൈകുന്നേരം കാഞ്ചോങ്ങിലെ അവരുടെ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ് പതിവ്. അസം റൈഫിൾസ്, മണിപ്പൂർ സർക്കാർ, മറ്റ് ഏജൻസികൾ എന്നിവയുടെ സഹായത്തോടെ ID കാർഡ് ഇല്ലാത്തവരെ തിരിച്ചറിയാൻ കാഞ്ചോങ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമം നടത്തി. ഇതിനുശേഷമാണ് 5000 അഭയാർത്ഥികളെ തിരിച്ചയച്ചിരിക്കുന്നത്. മ്യാൻമാർ പൗരന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിൽ മിസോറാം, മണിപ്പൂർ സർക്കാരുകൾ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് മ്യാൻമാർ. 1643 കിലോമീറ്റർ ദൈർഘ്യമാണ് ഇന്ത്യ മ്യാൻമാർ അതിർത്തിക്കുള്ളത്. ഇതിൽ 1472 കിലോമീറ്റർ കൃത്യമായി വേർതിരിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന അതിർത്തികൾ കൂടി അടയ്ക്കുന്നതോടെ മ്യാൻമാറിലെ അഭയാർത്ഥികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വാതിലുകൾ എന്നേക്കുമായി അടയുന്നത് കാണാം.